ഹലോ ആ ആ വരുന്നു വരുന്നു എവിടെയായിരുന്നു ഞാൻ പറയാം. ആരെയും കണ്ടോ? എന്തിനാ പെട്ടിയെടുക്കുന്നത്? ഇനി ഞാൻ അവിടെ നിന്നിട്ടല്ല, അവരെന്നെ കൊല്ലും. അതുകൊണ്ട് ഇവിടെ ഞാൻ എങ്ങോട്ട് പോവാ. അയ്യോ, പൈസക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നീ മാധവനോട് പറഞ്ഞാൽ മതി, ഞാൻ എല്ലാം അവനോട് പറഞ്ഞിട്ട്. നീ കഴിയട്ടാ. ശരി, വാതിൽ മുറ്റിട്ട് വേഗം പോയി. എൻ്റെ കുട്ടിക്കാലത്ത് വാപ്പച്ചി കടം കയറി നാട് വിട്ടു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ കടങ്ങളെല്ലാം വീട്ടി വാപ്പച്ചി തിരിച്ചെത്തി. ഇതാ വാപ്പച്ചിന്റെ പൊന്നു മോനാ. എന്റെ പൊന്നു മോനി വാപ്പച്ചി എന്താ കൊടുക്കണം? മാധവ, അതൊന്ന് എടുത്തു കൊടുത്തു. എന്റെ മോനൊന്ന് കാണാം. അന്ന് ഞങ്ങളെ വീട്ടിലെ സന്തോഷത്തിന്റെ പെരുന്നാളായിരുന്നു. നിലാവിന്റെ നീലിമരാവിൽ മുഹബത്തിൻ കിളിവാതിൽ ഗസലിന്റെ തേൻമൊഴിയായി നീ എൻ കൽബേ. കിനാവിന്റെ പൊരിവെയിലത്ത് ഇഷ്കിന്റെ കുളിർക്കുടമേന്തി ഹൃദയത്തിൽ പൊന്നിശലായി നീ എൻ കൽബേ, നീ എൻ കൽബേ, നീ എൻ കൽബേ. കൽബേ പാപ്പാ, എന്റെ സൈക്കിളിനൊരു ഹോണൂടി വേണേ. വാങ്ങിച്ചേരാലോ? ഏത് ടൈപ്പ് ഓണാ മോന് വേണ്ടേ? എനിക്ക് നിറയെ മ്യൂസിക്കുകൾ വേണം. ആണല്ലേ, വാപ്പ മേടിച്ചേരാട്ടോ. ആദ്യം ഇന്ന് അപ്പുറത്തെ മുറി കടന്നോട്ടോ. ശരി ഉമ്മ. ഓനെ എന്തൊക്കെയോ മനസ്സായിട്ടുണ്ട് കേട്ടോ. ആ, പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പൊ കുട്ടികൾക്ക് എല്ലാം അറിയും. എന്ത് എന്തറിയുന്ന നീ? ഞാൻ പറയൂല. പിറ്റേ ദിവസം ആളുകളെ ബഹളം കേട്ടാ ഞാൻ എണീക്കണത്. പോണോടാ? പോണോ? പോയിട്ടില്ല, അവിടെ ഭയങ്കര പ്രശ്നമാവും. മോനെ മോനെ പാപ്പച്ചി പറഞ്ഞു കേക്ക്. എന്നെ തൊടണ്ട, ഈ പാപ്പച്ചിനെ കാണണ്ട. ഉമ്മ ഉമ്മ മരിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ വാപ്പച്ചി തിരിച്ചുപോയി. പിന്നെ ഗൾഫിൽ വെച്ച് വാപ്പച്ചി മരിച്ചു എന്ന് ആരോ പറഞ്ഞറിഞ്ഞു. പക്ഷെ എൻ്റെ അച്ഛൻ എനിക്കൊരു കുറവും വരുത്താണ്ട് ഇതുവരെ എന്നെ വളർത്തിയിട്ടുള്ളത്. ഇതൊക്കെയാണ് ഉമ്മ എൻ്റെ കഥ. ജനനിക്ക് ഒരുപാട് ഇഷ്ടാ. ഓളിൻ്റെ ഉമ്മാൻ്റെ തനി പാർപ്പാ. ഓളെനിക്ക് കെട്ടിച്ചെന്നൂടെ പ്ലീസ്? അണക്കോളെ ഭയങ്കര ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലാക്കണേ. പക്ഷെ എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ കഴിയൂല. ഓൾ എൻ്റെ മാത്രം മോളല്ലല്ലോ. ഓളെ വാപ്പി വരട്ടെ, മോന് വേണ്ടി സംസാരിക്കണ്ട്. ആദ്യം ഇതുവരെ പോയില്ലേ? ഇല്ല, ഞാനും ഉമ്മാനോട് കഥ പറയായിരുന്നു. ഉമ്മീനെ സോപ്പിടാന്ന് പറഞ്ഞ പോരെ? നീ എങ്ങനെ വിചാരിച്ചോ? ഉമ്മക്കാരെ പറ്റി. ഓ പിന്നെ
എന്നാ മോൻ പോയിക്കോ. യാരാവരി അവളെ ഉമ്മ സമ്മതിച്ചെങ്കിലേ പാപ്പാന്റെ കാര്യം ആലോചിക്കുമ്പോളാ ഒരു ടെൻഷൻ. നീ എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? അവളുടെ അമ്മനെ നീ കയ്യിലെടുത്ത സ്ഥിതിക്ക് തിങ്കളാഴ്ച തന്നെ ഒരു പോസിറ്റീവ് റിവ്യൂ കിട്ടും. അമ്മേ കിട്ടി. എന്തായി കാണിക്കണ വേഗല് പിടിച്ചാണ്. നോട്ടെ നോട്ടെ. ആ സൈക്കോ റോസേട്ടനെ ഇവിടെ ഇല്ലാണ്ടിരുന്നാ മതിയായിരുന്നു. എനിക്ക് തള്ളെ മാത്രമേ വീടൂ. എന്നും ശ്മശാന മുഖം. വാ ഇങ്ങോട്ട് താമസം മാറ്റിയാലോ? ഹായ് മണിനാഥം. ഹായ് വീണ്ടും ദുൽഖർ സൽമാൻ. ഇപ്പൊ വരും. കാത്തിരിപ്പു ഹായ് ശരണ്യ. സുത്തുമണി സുത്തുമണി അക്കം പക്കോ എന്നെ സത്തോ. അറിയാം നിനക്കിപ്പോ അഞ്ജലിയൊക്കെയല്ലേ വലുത്. എടി അഞ്ജലി എന്റെ അമ്മാവന്റെ മോളാണ്. നമ്മളെന്തിനോട് വന്നേ? നമ്മളെന്തിനാ വന്നേ? ഞാനത് മറന്നു. ആ ശരണ്യ ജന്നിയുണ്ടോ? ആ ഉണ്ട്. ഡ്രസ് മാറാ. അവളെ ഒന്ന് വിളിക്കുവോ? ആ അതെ ശരണ്യ, നീ എന്തിനാ എന്റെ വാട്സാപ്പ് ബ്ലോക്ക് ചെയ്ത്? ഞാനിപ്പോ ടെലഗ്രാമിൽ. ടെലഗ്രാമിലുണ്ടെന്ന് പറഞ്ഞു. റോസേട്ടൻ അതെ ഇത് ലേഡീസ് ഹോസ്റ്റലാണ്. ഇവിടെ നിന്റെ വെള്ളച്ചിലെടുത്താലുണ്ടല്ലോ ആട്ടിച്ച് നിന്റെ പേരടി കുറ്റി പറ്റിക്കും. അതി പാവം കുട്ടികളെ. എന്ത് തള്ളേടത്? എന്താ അതി? എന്തായി നമ്മുടെ കാര്യം? നമ്മുടെ കാര്യോ? നിങ്ങളുടെ കാര്യം എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ നിന്റെ വീട്ടിൽ വന്നൊക്കെ നീ മറന്നോ? ഓ നിന്റെ വാപ്പി വന്നിട്ടില്ലേ? അതായിരുന്നോ? വാപ്പി വന്നിട്ടുണ്ട്. ഉമ്മീന്റെ കാര്യം വാപ്പിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വാപ്പിക്ക് താല്പര്യം ഇല്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ട് എനിക്കും താല്പര്യമില്ല. എന്നെ വെറുതെ വിട്ടേക്ക് പോട്ടെ. പോട്ടാ അവക്കാ തൊലി എളുപ്പമുള്ള ചാടയാണ്. നീ അത് വിട്ടേ ചേട്ടേ. എനിക്ക് 2 അടിക്കണം. നീ അത് വിടാതി. ഈ സമയത്താണ് അടിക്കുന്ന കാര്യമൊക്കെ പറയുന്നത്. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. നിനക്ക് പൊന്ത മതിയോ? പൊന്ത പതിക്ക് നമ്മുടെ മാറിലേക്ക് കാണും. എന്റെ പണ്ടാരെങ്കിലും താ, അല്ലെങ്കിൽ തല പൊട്ടിത്തെറിക്കും. ഓക്കെ. ക്ഷാമകാലാണോ വച്ചാനെ? സാധനം കിട്ടാനില്ല. ആദ്യക്കാണ് മാത്രമാണ് വച്ചാനെ. ഇനി മേലെ ചോദിക്കാൻ നിൽക്കരുത് കേട്ടല്ലോ. ഓക്കെ എന്നാ സ്കൂട്ടായിക്കോ. അവളെ നീ വീട്. അവള് സെറ്റാവാൻ പാടാണ്. ഈ കൂടോത്രം തേങ്ങ മാങ്ങിയൊക്കെ ആർക്ക് വേണം അവളെ? എനിക്ക് വേറെ ആരെങ്കിലും പ്രേമിക്കണോ? നീ എന്താ പറഞ്ഞേ? നീ പറഞ്ഞ ശരിയടാ. ഈ പ്രേമം എന്ന് പറയുന്നത് വല്ലാത്തല്ലേ. ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ അനുഭവിച്ചടാ. പക്ഷെ എനിക്കത് പോരാ. എനിക്ക് 2 വേണടാ. നീ പറ, ഞാൻ ആരടാ പ്രേമിക്കണ്ടേ? എനിക്ക് പറ്റിയ വിഷയം നീ സെറ്റാക്കി തരണം. അപ്പൊ ക്യൂട്ടായിരിക്കണം പറഞ്ഞോ? അമ്മയെ പോലെ ഇരിക്കണം, എടുത്തോണ്ട് നടക്കണം, അതൊക്കെയോ? അതൊന്നും വേണ്ടടാ. അവള് നല്ലൊരു വിസിലായിരിക്കും. നീ ജോയിനിന്റെ ഹാങ് ഓവർ പറഞ്ഞല്ലോ. അല്ലടാ, സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞേ. ഇതെന്റെ വാശിയാ. അവളെ മുമ്പിലൊന്നും എനിക്ക് പ്രേമിച്ച് കാണിക്കണം. ഞാനും വേണോടാ. എനിക്ക് ഓടാ. ഇത്രയധികം ചീവിച്ചുകൾ ഉക്കുച്ചകളുള്ള ഈ കോളേജില് നല്ല പെൺകുട്ടികളെ കിട്ടാൻ പാടാ. എങ്കിൽ വാ, നമുക്ക് ഗെയിലിന്റെ അടുത്തേക്ക് പോവാം. ആദ്യം കാണുന്നൊരു വിസിലിന് സെറ്റാക്കി തരാം. വാ. ചേടാ, ഇന്ന് ഒറ്റ വിസിൽ ഞാൻ കാണാനില്ലല്ലോ. അയ്യോ, ഇന്ന് ബസ് പണി മുടക്കല്ലേ? നല്ല വിസിലുകൾ വരാൻ പാടായിരിക്കും. നമുക്ക് പോവാം. ശരിയാവില്ല, നീ വന്നേ. എന്ത് ശരിയാവില്ല? ശരിയാവില്ല, നീ വന്നേ. വാ, നമുക്ക് പോവാം. കൈ നോട്ട്. നീ വന്നേ. നീ വന്നേ. പറഞ്ഞേക്ക്, നീ വാ. ഇനി നീ എന്താ വെച്ച് എന്താ അതി? ഞാന് അശ്വതിക്ക് ഒരു പ്രൊപ്പോസൽ ആയിട്ട് വന്നതാ. ആരെ കക്ഷി? ആദ്യാണോ? അതെ. അപ്പൊ കൊറേ നാളായിട്ട് നീ ജന്നയുടെ പുറകെയായിരുന്നല്ലോ. എന്തേ സെറ്റ് ആയില്ലേ ഇപ്പൊ?
അവക്കൊടുക്കത്ത് ജാടിയടി. എന്നാ എന്നെ വിട്ടേക്കാതി. ഞാൻ അങ്ങനെ പറയല്ല അശോക്, എനിക്ക് ഇന്ന് ഭയങ്കര ഇഷ്ടം. വിട് വിട്. ഒന്ന് മനസ്സിലാക്കണേ. ഹരിയേട്ട വേണ്ട. അതൊക്കെ നീ വിടട്ടെ. ഞാനെന്ന് പറയും നീ അത് കഴിഞ്ഞു എന്താണ് വിളിച്ച കഷ്ടപ്പെടുക്കുന്ന പന്ന. ഹരിയേട്ട, ഹരിയേട്ട കോളേജാണ് സീനാ. പോ. ഞാനല്ലേ പറയണേ ഹരിയേട്ട, ഒന്ന് പോ ഹരിയേട്ട. പറയണ കേക്കൊന്ന് പോ. ഒന്ന് ചെല്ല് പ്ലീസ്. നിനക്ക് കാണിച്ചു തരണം. ഒന്ന് പോ ഹരിയേട്ട. എന്നെ വേണ്ട. അവനാണ് പോയി തീർത്തിട്ട് വാടാ. വാ. ചെറിയ മാമ അല്ലല്ലേ, ഞാൻ പറയണോന്ന് കേക്ക്. എന്താ കാര്യം? ജന്ന അടിച്ചു കൊല്ലടാ മോളെ.
ചേട്ടി പിടിക്കടാ.